ഹായ് നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ ഒരു വളരെ ചെറിയ നാനോ ടാങ്കിലേക്കൊക്കെ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫിഷിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഇതിന്റെ പേരാണ് സ്കാർലറ്റ് ബാഡീസ് എന്നാണ് ഇതിന് പറയാ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത്ര ഭയങ്കര ആക്റ്റീവ് ആണ്. ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നൊരു ഫിഷാണ്. കാരണം ഈ ചെറിയ ചെറിയ ടാങ്കുകളിലൊക്കെ നല്ല അട്രാക്റ്റീവ് കളറും ഭയങ്കര ആക്റ്റീവ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കണ്ട അതിന്റെ ബോഡിയുടെ ഒരു ഷേപ്പ് കണ്ടോ, നമ്മൾ വലിയ മീനുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഷേപ്പാണ്. അതുപോലെ തന്നെ അതിന്റെ സ്ട്രൈപ്സ്, റെഡ് സ്ട്രൈപ്സിന്റെ ഇടയിൽ ഒരു ബ്ലൂ കളർ വരും. ഭയങ്കര ബ്യൂട്ടിഫുൾ ഫിഷാണ്. എന്നാൽ ഇതിന് അധികം സ്ഥലവും വേണ്ട. ഇതിന്റെ ഒരു വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇന്ത്യൻ ഫിഷാണ്. ഇന്ത്യയില് നോർത്ത് ഈസ്റ്റ് ഏരിയ, ബ്രഹ്മപുത്ര നദി, പിന്നെ ഭൂട്ടാന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇവിടെയൊക്കെയാണ് ഈ ഫിഷിനെ സാധാരണയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഇതിനെ അധികം കാണുന്നത് ഈ ഫോറിനേഴ്സിന്റെ ഒക്കെ ടാങ്ക് അക്വേറിയം സെറ്റിങ്സിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇതൊരു ഇന്ത്യൻ ഫിഷാണ്. അധികം പ്രശ്നക്കാരൊന്നുമല്ല. ഇതിന്റെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് കുറച്ച് ഷ്രിമ്പും പിന്നെ ഈ ക്ലീനർ ഫിഷൊക്കെയാണ്. ഇതൊരു ചെറിയ ടാങ്കാണ്. ഒരു 18 ഇഞ്ച് മാത്രം വരുന്ന ഒരു ചെറിയ സ്ക്വയർ ടാങ്കിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ. ഇത് സാധാരണ അത്യാവശ്യം പ്ലാന്റ് ഉള്ള അക്വേറിയംസ് ആണ്. ഇതിന് പ്ലാന്റഡ് ആണ് ഏറ്റവും നല്ലത്. കാരണം ഇത് അധികം എന്താ പറയുക, ഓപ്പൺ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിഷ് അല്ല. ഇവർക്കൊരു ചെറിയ ഹൈഡിങ് സ്പേസും പിന്നെ അത്യാവശ്യം കുറച്ച് ഫോർമേഷനും റോക്ക് ഫോർമേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ നല്ല രീതിയിൽ അതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. അതിന്റെ കളർ നിങ്ങൾക്ക് ശരിക്കും മുഴുവനായിട്ട് കണ്ടാവില്ല, എന്നാലും ഇതാണ് ഇതിന്റെ കളർ. പിന്നെ മാത്രമല്ല അടിയിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ഫിന്നിൽ ഒരു ബ്ലൂ കളറാണ് വരിക കേട്ടോ. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് സ്കാർലറ്റ് ബാഡീസ് എന്നാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഡാരിയോ എന്നാണ്. നമ്മളുടെ ആസാം, ഭൂട്ടാൻ, നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ കാണുന്ന ഒരു ചെറിയ ഫിഷാണ്. പക്ഷെ ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമ്മളുടെ അതിന്റെ സൈസാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ഷ്രിമ്പിന്റെ സൈസിനെക്കാട്ടും കുറച്ചും കൂടി ഉള്ളൂ. ഒരു ഇഞ്ച് 1.5 ഇഞ്ച് സൈസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെ വളരെ നന്നായി നമുക്ക് ടാങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ചെറിയൊരു ഫോർമേഷനിൽ ഇതിനെ ഇടുക വെച്ചാലും നന്നായിരിക്കും. ഇതാണ് എൻ്റെ ടാങ്ക് കണ്ടോ. ഇതിൽ ഞാൻ ഒരു 5 എണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. ഇവര് ശരിക്കും ടെറിട്ടോറിയൽ ആണ്. പക്ഷെ കുറച്ച് ഹൈഡിങ് സ്പേസും കുറച്ച് ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നന്നായി ഉണ്ടെങ്കിൽ തന്നെ ഇവര് നല്ല രീതിയിൽ അതിനോട് ഇണങ്ങി പോയിക്കോളും. പിന്നെ മെയിൻ ആയിട്ട് ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ പാക്ഡ് ഫുഡൊന്നും ഇതിന് എഫക്റ്റീവ് ആവില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ലൈവ് ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് ഇവർ ആദ്യം കഴിക്കുക. ഇതിലിപ്പോ ഞാനിതിൽ മൊയിനെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ മൊയിനെ വന്ന് കടിച്ചെടുക്കുന്നതാണ് കണ്ടോ. അപ്പൊ ഭയങ്കര ആക്റ്റീവാണ്. ഇവരുടെ ഷേപ്പ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് ഇട്ടതിന് ശേഷം കുറച്ചൊക്കെ ലൈവ് ഫീഡ് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ പാക്കറ്റ് ഫുഡിലൊക്കെ ചെറുതായിട്ടൊക്കെ കൊടുത്ത് നോക്കി അങ്ങനെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഇവയെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് മേജറായിട്ട് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് കണ്ടോ, ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് വന്നിരിക്കുക. നല്ല ഭംഗിയാണ്. നമുക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല. വെള്ളം മാറ്റൽ അങ്ങനെ പരിപാടികളൊന്നും കാര്യമായിട്ട് ആവശ്യമില്ല. നിങ്ങൾ ടാങ്കിൽ വെള്ളം കുറയുമ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെയ്യേണ്ടത്. ഇതിനെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ട് വേസ്റ്റ് ഒന്നും വരില്ല. അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫിഷാണ്. നമുക്ക് എല്ലാവർക്കും അതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. കളറേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. റെഡും സ്ട്രൈപ്സും പിന്നെ ഒരു ബ്ലൂ കോട്ടിങ് പിന്നെ ആ ഷേപ്പും. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. മീൻസ് ഞങ്ങളുടെ ഷോപ്പിലാണ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും, നമുക്ക് അതിന് നൽകാൻ പറ്റും. ഇതാണ് അതിൻ്റെ ടാങ്ക് മെയ്റ്റ്സ് കണ്ടോ, ആ ഷ്രിമ്പ് റെഡ്. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.